ആസ്ട്രോ ലൈഫ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാശനിമാറ്റം 2025 മാർച്ച് 29 സംഭവിക്കാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരെ കുറിച്ചാണ്. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കട്ട. ഇവർക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവരെത്തുന്നതാണ്. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇവിടെ വെളിപ്പെടുത്താൻ പോകുന്നത്. 2025 മാർച്ച് 29 ശനി കുംഭരാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുകയാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളിൽ പറയുന്നതിന് മുമ്പായിട്ട് അവരെക്കുറിച്ചുള്ള ഈ നക്ഷത്രക്കാരെക്കുറിച്ചുള്ള പൊതുവിവരങ്ങളും പൊതു സ്വഭാവങ്ങളും പരിശോധിച്ചാൽ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ കർമ്മകുശലരും ഈശ്വരഭക്തി ഉള്ളവരുമാണെന്നാണ് പറയാം. പ്രായോഗിക ബുദ്ധി വളരെ കൂടുതലത്രേ. സ്ത്രീകളെ സംബന്ധിച്ച് മധുരമായി സംസാരിക്കുകയും നല്ല രീതിയിൽ കുടുംബഭരണം നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറയും. ഇനി അനിഴം നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞാൽ അധ്വാനശീലരും കർമ്മകുശലരുമാണ്. കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്യും, പക്ഷേ സാമ്പത്തികമായിട്ട് ഗുണം കാണില്ല. ഒരു മേഖലയിൽ തന്നെ ഉറച്ച് നിൽക്കാത്തതും ഇവർക്ക് ദോഷം ചെയ്യും. നാട് വിട്ട് നിൽക്കാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് വളരെ കൂടുതലാണ്. സ്ത്രീകളാണെങ്കിൽ പ്രസന്ന മുഖഭാവമുള്ളവരും വശ്യമായി പെരുമാറുന്ന ആളുകളുമായിരിക്കും. പുരുഷന്മാരെ സംബന്ധിച്ച് ഇവരെ ഏറ്റവും അധികം അലട്ടുന്നത് സാമ്പത്തിക പ്രശ്നമാണ്. പലപ്പോഴും ഇക്കൂട്ടർ കടക്കെണിയിൽ അകപ്പെട്ടിട്ടുള്ളതായി കാണാം. ഈശ്വരവിശ്വാസികളാണ്, പക്ഷേ അധികം അത് പ്രകടിപ്പിക്കാറില്ലെന്ന് മാത്രം. അനിഴം നക്ഷത്രക്കാരിൽ കലാരംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും ധാരാളമായി കണ്ടുവരുന്നുണ്ട്. ഇനി തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞാൽ അല്പം ചാഞ്ചാട്ടമുള്ള സ്വഭാവക്കാരാണ് ഇവർ. ക്ഷിപ്രകോപികളാണ്, എങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് നല്ല താല്പര്യമുള്ള കൂട്ടത്തിലാണ്. സ്ത്രീകൾ വാക്സാമർത്ഥ്യമുള്ളവരും ബുദ്ധിമതികളുമാണ്. ഇനി ഈ 3 നക്ഷത്രക്കാരുടെ ശനിമാറ്റത്തെക്കുറിച്ചുണ്ടാകുന്ന ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന ഫലങ്ങൾ പറയുകയാണെങ്കിൽ വൃശ്ചികക്കൂറുകാരുടെ പൊതുഫലങ്ങൾ കൂടിയാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഓരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം പറയുന്നില്ല, എല്ലാവരുടെയും കൂടി പൊതുഫലമാണ്. 2025 മാർച്ച് 29 ഇവർക്ക് വളരെയധികം ഗുണപരമാണെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ധനപരമായും മാനസികമായും ശാരീരികമായും. ഇതുവരെ കണ്ടകശനിയായിരുന്നുവെങ്കിൽ മാർച്ച് 29 5-ാം ഭാവത്തിലേക്ക് ശനി മാറുമ്പോൾ എല്ലാവിധ സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരും. ധനം വന്നു ചേരുക, രോഗമുക്തി, വീട് വാങ്ങുകയും മോടി പിടിപ്പിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം, അതുപോലെ തന്നെ ഉന്നത പഠനത്തിനായി അന്യദേശത്ത് പോകാനുള്ള സാധ്യത, ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കും. ജോലിയിൽ ഉള്ള ആളുകൾക്ക് പ്രൊമോഷൻ ലഭിക്കും. വീട്ടിലെ മംഗളകർമ്മങ്ങൾ നടക്കും. വിവാഹം, അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം ഇല്ലാത്തവർക്ക് അതുണ്ടാവും. കലാ, രാഷ്ട്രീയ, സ്പോർട്സ് രംഗത്തുള്ളവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഇതാണ് ഈ ശനിമാറ്റം കൊണ്ട് സംഭവിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവാണ്. ലോട്ടറിയോ അല്ലെങ്കിൽ ബ്രോക്കറേജ്, ഷെയർ മാർക്കറ്റ് പോലെയുള്ള മേഖലകളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ധനം വന്നു ചേരും. പിന്നെ ഒരു ലോൺ എടുത്തിട്ടുള്ളവർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. എന്നാൽ അഗ്നി, ജലം, വാഹനം ഇവ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് തന്നെക്കാൾ ഉയർന്നവരോടോ മേലധികാരികളോടൊക്കെ വിനയത്തോടുകൂടി സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഈ എല്ലാവർക്കും ഈ ശനിമാറ്റം ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും അവരുടെ ഇപ്പോഴത്തെ ദശാകാലം അനുസരിച്ചാണ് ഗുണദോഷങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഇപ്പോഴത്തെ ദശാകാലം അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും സമയവും നക്ഷത്രവും അയച്ചു തരിക. ഐശ്വര്യപൂർണമായ ഒരു ഭാവി എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു.